വീടിൻ്റെ ആ വളവ്, ആ മതിലെടുത്തുള്ള വളവ് തിരിഞ്ഞിട്ടോന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഇതൊരെണ്ണം വാങ്ങി വീട്ടിലായിരുന്നു. ലംബോർഗിനി, നമ്മുടെ ഇന്ത്യൻ ലംബോർഗിനി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ലംബോർഗിനി അല്ല കേട്ടോ, ഇന്ത്യക്കാരുടെ ലംബോർഗിനിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. DC അവന്തി, ഇന്ത്യൻ മെയ്ഡ് വാഹനമാണ്. കിടിലൻ ഒരു സ്പോർട്സ് കാറിൻ്റെ ഫീലിലുള്ള ഒരു വണ്ടി. ഇതൊക്കെ നമ്മളെ വ്യൂവേഴ്സ് പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈ സ്ട്രീറ്റ് കാഴ്സിലാണ്. നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലൂടെ വന്ന സമയത്ത് ഫുൾ സ്റ്റോക്സാണ്. എത്ര സ്റ്റോക്സ്! ഇപ്പോൾ ഈ ഒരു സൈഡിലും അപ്പുറത്തും ഒക്കെ ഉണ്ട് സ്റ്റോക്സ്. ഇഷ്ടം പോലെ ലക്ഷറി വണ്ടികൾ മാത്രമാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ലക്ഷറി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ലക്ഷറി വണ്ടി മുതൽ കോടികളുടെ ലക്ഷറി വണ്ടിയും ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ പറഞ്ഞുതരാം. ഹൈ സ്ട്രീറ്റ് കാഴ്സ് വസന്തകുഞ്ചിലാണ് ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം. ഈ ഒരു DC അവന്തി ഇപ്പോൾ ഈ റെഡ് കാണിച്ചതുപോലെ തന്നെ വേറൊരു ഓറഞ്ച് കളറും കൂടി ഉണ്ട് കേട്ടോ. നൗഫൽ, നമുക്ക് ഓറഞ്ചിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങാം. ഒരു ഓറഞ്ച് ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്യാമറാമാനൊക്കെ കിട്ടിയിട്ടുണ്ടോ നൗഫൽ കൊടുങ്ങല്ലൂരുകാരനാണ്. ഏതായാലും നമ്മുടെ നാട്ടിലൊരു ഡീലറാണ് പുള്ളി. വണ്ടി എടുക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുന്നതാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ നൗഫലിനെ കൂട്ടി ഇങ്ങോട്ട് വന്നതാണ് ക്യാമറയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ആ ഓറഞ്ച് കളർ വണ്ടി. ഇത് 2015 മോഡലാട്ടോ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. 15 മോഡലാണ്. ഇവർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 16,90,000 രൂപയാണ്. നല്ല വണ്ടി. ഒരു ഓറഞ്ചും ഒരു റെഡും ഇത് അവൈലബിൾ ആണ്. നല്ല വലിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മാനുവൽ ടൈപ്പ് ഗിയറാണ് വരുന്നത്. ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോർട്സ് സ്റ്റൈലൊക്കെയുള്ള ലുക്കൊക്കെ കിട്ടുന്ന ഒരു കാറാണ് ഈ ഒരു DC അവന്തി. അപ്പോൾ 2 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്തായാലും ഹൈ സ്ട്രീറ്റ് കാഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ നമ്പർ എന്തായാലും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു മൂലക്കുന്ന് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ഓഡിയുടെ Q5 ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തുടങ്ങാം. ഇത് 2012 വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 7,90,000 രൂപയാണ് ചോദിക്കുന്ന വില. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഓൾമോസ്റ്റ് വണ്ടി നോക്കുന്ന സമയത്ത് ബോഡി വൈസ് ഒന്നും വേറെ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യാനുണ്ട്. അല്ലാതെ വേറെ ഡെൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ മേജറായിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല. ഇൻറ്റീരിയർ ഭാഗത്തെ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. 64,000 മൈലാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 1 ലാഖിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. എന്തായാലും ചെറിയ വിലയ്ക്ക് ഒരു ലക്ഷറി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയൊരു ചോയ്സാണ് Q5 കേട്ടോ. 7.90 ആണ് ആസ്കിങ് റേറ്റ് വരുന്നത്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് അങ്ങ് പോകാം. കുറച്ച് സെഡാൻസിന് തുടങ്ങാം. സെഡാൻസിനകത്ത് CLA ഉണ്ട് കേട്ടോ. CLA 200. ഇതൊക്കെ നമ്മുടെ മലയാളീസ് കൂടുതലായിട്ടും ചോദിച്ചു വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസിനോട് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിൽ നമ്പർ ഞാൻ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ കിടക്കുന്ന വണ്ടികൾ ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് ഏതൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. CLA 200D ആണ് വരുന്നത്. 2015 ആണ്. ഡീസലാണ്. 14,90,000 രൂപയാണ് ചോദിക്കുന്ന വില. ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സിൽവർ കളറുള്ള വണ്ടിയാണ്. കുറച്ചൊക്കെ ടച്ചപ്പ് കാര്യങ്ങൾ റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നിലവിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന സമയത്ത് മെക്കാനിക്കൽ വൈസും എഞ്ചിൻ വൈസുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കാം. പിന്നെ മെഴ്സിഡസ് ബെൻസിൻ്റെ തന്നെ ഒരു C-ക്ലാസ് ഉണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് എഴുതിയിട്ടില്ല. 2016 രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടോ. ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഒരു CH രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. അതിൽ നമ്പർ കാര്യങ്ങളൊക്കെ വിസിബിൾ ആണ്. ഈ ഒരു നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. CH01BH0777 ആണ് വണ്ടി നമ്പർ വരുന്നത്. പിന്നെ അടുത്തത് വീണ്ടും ഒരു C-ക്ലാസ് C220D ഇതാ ഇവിടെ ഉണ്ട്. ഇത് സൺറൂഫ് ഇല്ലാത്ത മോഡലാട്ടോ. 2013 മോഡലാണ്. ഡീസൽ വണ്ടിയാണ്. 6,90,000 രൂപയാണ് ചോദിക്കുന്ന വില. അപ്പോൾ 6.90 ലാക്സിന് നിങ്ങൾക്കൊരു മെഴ്സിഡസ് ബെൻസിൻ്റെ ഒരു സെഡാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നോക്കാം. പക്ഷേ നമ്മുടെ മലയാളീസ് സൺറൂഫ് ഇല്ലാത്ത വണ്ടികൾ അങ്ങനെ എടുക്കാറില്ലെന്നറിയാം. പക്ഷേ എണ്ണത്തിൽ വളരെ കുറവ് ആളുകൾക്ക് സൺറൂഫ് അത്ര വലിയ നിർബന്ധം ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും സൺറൂഫ് ഇല്ലാത്തൊരു വണ്ടി ഏതായാലും ഒരു 14 കിലോമീറ്ററൊക്കെ മൈലേജ് ഈ ഒരു C-ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ സെഡാനിലെ അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി E-ക്ലാസ് E250 ആണ്. ഇത് 2014 മോഡലാണ്. 13,90,000 രൂപയാണ് അവരിവിടെ ചോദിക്കുന്ന വില. തീർച്ചയായിട്ടും ഒരു 1 ലാഖ് റേഞ്ചിലൊക്കെ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോഫി ബ്രൗൺ കളറുള്ള വണ്ടിയാണ്. DL വണ്ടിയാണ്. ബോഡി വൈസ് ഒന്നും നോക്കുന്ന സമയത്ത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടി. ടയേഴ്സൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് 85% അടുത്ത് ടയേഴ്സ് നമുക്ക് പറയാം. അടുത്തത് വീണ്ടും അടുത്തൊരു E250. കുറേ E250 ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ അടുത്തത് ഇതൊരു സിൽവർ ടച്ചിലുള്ള ഒരു കളറാണ് E250. ഇതും 2014 മോഡൽ തന്നെ. ഡീസലാണ്. 13,45,000 രൂപയാണ് ചോദിക്കുന്നത്.
ബോഡി വൈസ് ആണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. UP രജിസ്ട്രേഷനുള്ള വണ്ടി കേട്ടത്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് വണ്ടിയും അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, അവൻഗാർഡാണ് വരുന്നത്. ഇതതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്, കാരണം ഫുൾ റൂഫ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 45,000 രൂപയുടെ വിലയ്ക്കകത്തൊരു കുറവും വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്കകത്ത്. നമുക്കിനി അടുത്തത് 2013 ഇവിടെ കിടക്കുന്നുണ്ട്. ഈ 250 തന്നെ ബ്ലാക്ക് കളറ് ഡീസൽ വണ്ടിയാണ്. 11,90,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. UP 14 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്തും ബോഡിയുടെ വയസ്സ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇത്തവണ ഇപ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എല്ലാ വണ്ടികളുടെയും. ഇനി നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുത്തതാണോ അല്ലെങ്കിൽ ഇവർ എടുത്തിട്ട് എല്ലാം ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചതാണോ എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. അപ്പോൾ നിലവിൽ എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടികൾ ഇത്തവണ അവർ സൂക്ഷിച്ചിട്ടുള്ളത്. എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എൻജിൻ ഭാഗങ്ങളും എല്ലാം ഓടിച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഹിസ്റ്ററി നോക്കാൻ പറ്റുകയാണെങ്കിൽ അതും നോക്കുക. കാരണം മീറ്റർ ടാമ്പറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷോറൂം എന്നല്ല ഏത് ഷോറൂമിൽ നിന്നാണെങ്കിലും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി എടുക്കുക. പിന്നെ ഒരു E250 കൂടി ഇവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടില്ല. ഇതും ഓൾമോസ്റ്റ് ആ ഒരു പുതിയ ഷേപ്പാണ്, ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള ഷേപ്പാണ്. ഡൽഹി വണ്ടിയാണ്. DL2 CAT 2209 DL2 CAT 2209 ആണ് വണ്ടി നമ്പർ. അപ്പോൾ നിങ്ങൾ ആ വണ്ടി നമ്പർ വെച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അടുത്തായിട്ട് BMൻ്റെ കുറച്ച് വണ്ടികളുണ്ട്. BMൻ്റെ X3 ഇത് അവിടെ അവൈലബിൾ ആണ്. X3 2013 വണ്ടിയാണ്. 10,90,000 രൂപയാണ് ചോദിക്കുന്നത്. UP രജിസ്ട്രേഷൻ വണ്ടിയാണ്. സൺറൂഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു പനോരമിക് റൂഫ് വരുന്നുണ്ട്. സിൽവർ കളർ വണ്ടി. ബോഡി വൈസൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ്. ടയർ വാങ്ങലൊക്കെ ഒരു 70-80% ടയേഴ്സും പറയാൻ പറ്റും. X3 നല്ലൊരു ഓപ്ഷനാണ്. SUV സെഗ്മെൻറ്റിൽ BMനകത്ത് വരുന്നതിൽ X1 കഴിഞ്ഞിട്ട് ഏറ്റവും സ്റ്റാർട്ടിങ് സെഗ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു സെഗ്മെൻറ്റാണ് X3 എന്ന് പറയുന്നത്. പിന്നെ X5, X6, X7 അങ്ങനെയൊക്കെ പോകും. അപ്പോൾ X3 ഒക്കെ ഒരു മിഡിൽ റേഞ്ചിലുള്ള ആളുകൾക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഫ്രീലാൻഡർ, ഇത് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഫ്രീലാൻഡർ എന്ന് പറഞ്ഞ വണ്ടി ലാൻഡ് റോവറിൻ്റെ ഫ്രീലാൻഡർ 2013 ഡീസലാണ്. 8,40,000 രൂപയാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡഡായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു ഫ്രീലാൻഡർ എന്ന് പറയുന്നത്. പക്ഷേ മെയിൻ്റനൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല രീതിയിൽ മെയിൻ്റനൻസും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു ബ്രാൻഡും ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഫ്രീലാൻഡറൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ഫ്രീലാൻഡർ ഇതാ ഹൈ സ്ട്രീറ്റ് കാഴ്സിൽ അവൈലബിൾ ആണ്, ചെറിയ വിലയ്ക്ക്. 8,40,000 രൂപ, ഹരിയാന രജിസ്ട്രേഷനുള്ള വണ്ടി. പിന്നെ നമുക്ക് ഓഡിയുടെ ഒരു വണ്ടിയുണ്ട്. ഓഡി Q7 ആണ്, 7 സീറ്റർ വണ്ടി. ഓഡി സെഗ്മെൻറ്റിലെ ഏക 7 സീറ്റർ ആണെന്ന് തോന്നുന്നു. Q7 അത് തന്നെ Q7 ആണിത്. 2012 കേട്ടോ. ഏകദേശം 12 കൊല്ലം പഴക്കാവാറായിട്ടുണ്ട്. 10,90,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. HR26 ഗുഡ്ഗാവ് വണ്ടി തന്നെയാണ്. കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽസ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഓണർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. HR26 BV 8055 ആണ് വണ്ടി നമ്പർ വരുന്നത്. ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, നല്ല വൃത്തിയുണ്ട് കേട്ടോ ബോഡി. ഇത് അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം അധികം റീപെയിൻ്റ് ഒന്നും കയറിയിട്ടില്ല, എല്ലാം ഒരു ഒറിജിനൽ പെയിൻറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും 10,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. ഏകദേശം ഒരു 1,00,000 രൂപയ്ക്ക് കുറയായിരിക്കും. അപ്പോൾ ഒരു 10,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2012 ഓഡി Q7 ഹൈ സ്ട്രീറ്റ് കാശിന് എടുക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഒരു X5 കൂടി ഉണ്ട് ഇവിടെ. വൈറ്റ് കളറാണ്, 2012 മോഡലാണ്, ഡീസൽ വണ്ടിയാണ്. സൺറൂഫൊക്കെ വരുന്ന മോഡലാണ്. 10,40,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ഇതും ഒരു വൈറ്റ് കളർ വണ്ടി തന്നെ. UK ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി കേട്ടോ. UK 07AU 0900. ഞാൻ ഈ വണ്ടി നമ്പർ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പർ വെച്ചിട്ട് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഫോട്ടോസോ കാര്യങ്ങളോ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ഇനിയിപ്പം RC ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് വാങ്ങിക്കാം. എന്നിട്ട് നാട്ടിൽ നിന്ന് ഹിസ്റ്ററി എടുക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ലക്ഷറി വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 വണ്ടി നോക്കിയിട്ട് അതിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയുടെ ഹിസ്റ്ററി ആദ്യം നോക്കുക. ഹിസ്റ്ററി ഓക്കെ ആണെങ്കിൽ മാത്രം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ ആദ്യം ഹിസ്റ്ററി നോക്കണം, എന്നിട്ട് വേണം ഫിസിക്കലി വന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഹിസ്റ്ററിയിൽ കിലോമീറ്റർ ടാമ്പറിങ് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പിന്നെ ML350 ഉണ്ട് കേട്ടോ. ML350 2011 മോഡലാട്ടോ. ഡീസൽ ഓട്ടോമാറ്റിക്കാണ്, ഹരിയാന രജിസ്ട്രേഷനാണ്. 7,70,000 രൂപ. ഏകദേശം 1 കോടി രൂപയുടെ അടുത്തൊക്കെ വിലയുള്ളൊരു വണ്ടിയാണ് ഈ ML350 എന്ന് പറയുന്നത്. അതിനൊക്കെ ജസ്റ്റ് ഇപ്പോൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 7,70,000 രൂപ മാത്രമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. അപ്പോൾ അത്യാവശ്യം ഒരു ഷോയും അതുപോലെ തന്നെ ഒരു ബെൻസിൻ്റെ വണ്ടി, ഒരു SUV സെഗ്മെൻറ്റിലൊരു വണ്ടിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്യാം.
ആർക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ചൂസ് ചെയ്യാം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പണി, ഒരു വർക്ക് ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ എമൗണ്ട് കയറുന്ന ഒരു വണ്ടിയാണ് ഇപ്പം ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ. കാരണം ഇത് 2011 മോഡലാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. NOC കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം HR26 ആയതുകൊണ്ട് തന്നെ 10 കൊല്ലം കഴിഞ്ഞാലും RC ഡീരജിസ്റ്റേർഡ് ആവില്ല, ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് NOC എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അടുത്തത് ഇസൂസുവിൻ്റെ ഒരു വണ്ടി ഉണ്ട്. ഇസൂസു D-Max ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടില്ല. HR26BD 0026 ആണ് വണ്ടി നമ്പർ വരുന്നത്. വണ്ടി കുറച്ചൊരു മോഡിഫിക്കേഷൻ, ചെറിയ രീതിയിലൊക്കെ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. CRV 2009 മോഡൽ, പെട്രോള്, 3,25,000 രൂപ, സൺറൂഫൊക്കെ വരുന്ന മോഡൽ കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ടോപ്പ് എൻഡ് മോഡലാണിത്. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്. ബോഡി വൈസ് ആണെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല. ടയർ വാങ്ങലൊക്കെ ഒരു 80-90% ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. 3,25,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. അപ്പം എത്രത്തോളം കുറയുന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് വില നമ്മുടെ നാട്ടിലത്തെ വിലയായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം നാട്ടിലും CRVക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ടാക്സ് ഒക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്കും നാട്ടിലത്തെ വിലയുടെ എടുത്തെത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കമ്പാരിസൺ നടത്തിയിട്ട് മാത്രം വണ്ടി എടുക്കുക. വേറൊരു CRV ഇവിടെ ഉണ്ട് 2009 തന്നെ. ഇത് 3,25,000 രൂപ ചോദിക്കുന്നത്. ഇതും സൺറൂഫുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ രണ്ടും ഒരേ മോഡലിൽ ഒരേ പ്രൈസിലുള്ള വണ്ടി കേട്ടോ. രണ്ടും ഹരിയാന രജിസ്ട്രേഷൻ തന്നെയാണ് വണ്ടി. കാണാനും ഏകദേശം ഒക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ 2 CRV അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്തത് ഹോണ്ടയുടെ അക്കോഡ് ഇതാ അവൈലബിൾ ആയിട്ടുണ്ട്. അക്കോഡ് മാനുവൽ വണ്ടിയാണ്, 2013 ആണ്. സൺറൂഫൊക്കെ വരുന്ന അക്കോഡാട്ടത്. 5,75,000 രൂപയാണ് ചോദിക്കുന്നത്. ടോപ്പ് എൻഡ് മോഡൽ വരുന്ന വണ്ടിയാണ്, പക്ഷേ മാനുവൽ വാഹനമാണ്. 5,75,000 ആസ്കിങ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൈറ്റ് കളറിലുള്ള നല്ലൊരു ക്ലീൻ പീസ് വണ്ടി, നല്ലൊരു പവർഫുൾ. ഇത് V6 ആയിരിക്കില്ല, എനിക്ക് തോന്നുന്നത് 2,400 cc വരുന്ന ആ ഒരു എഞ്ചിനായിരിക്കും. V6 ആണ്, ഒരു പ്രത്യേകം എഴുതേണ്ടതാണ്. V6 എഞ്ചിനായിരിക്കില്ല. V6 എഞ്ചിനൊക്കെ നോക്കി നടക്കുന്ന കുറേ ആളുകളുണ്ട്. എന്നെ കുറേ ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. V6 എഞ്ചിനോട് കൂടിയിട്ടുള്ള അക്കോഡ് അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഏതായാലും ഇതൊരു നോർമൽ മാനുവൽ അക്കോഡാണ്. സൺറൂഫ് ഫുൾ അക്കോഡ് നോക്കുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. 5,75,000 രൂപയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു റെയർ ആണെന്ന് പറയാം. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വിലയും ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ഈ അക്കോഡ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഇതാ നമുക്ക് ഒരു അക്കോഡും കൂടി ഉണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ അക്കോഡ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, 2009 മോഡൽ, പെട്രോൾ, CNG കൂടി ഉണ്ട്. 2,90,000 ചോദിക്കുന്നത്. അല്ലറ ചില്ലറ ഹെഡ് ലാമ്പിന് മുകളിലൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒന്നൊരു ടച്ച് ചെയ്തൊന്ന് പോളിഷൊക്കെ ചെയ്താൽ മാത്രമേ ഒന്ന് വൃത്തിയാവുള്ളൂ. 2,90,000 ആസ്കിങ് റേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും നെഗോഷ്യബിൾ റേറ്റ് തന്നെ ആയിരിക്കും. നല്ലൊരു കിടലിന് അലോയ്സ് ഉണ്ട്. ഒരു 10,40,000 രൂപ വിലയുള്ള അലോയ്സും ഈ ഒരു വണ്ടിയുടെ മുകളിലുണ്ട്. ഇനി അടുത്ത് നമുക്ക് ജാഗ്വാറിൻ്റെ ഒരു വണ്ടിയുണ്ട്. ജാഗ്വാറിൻ്റെ XFS ആണ്. XFS ആണ്, 2012 മോഡൽ, ഡീസൽ, 9,90,000 രൂപ. സൺറൂഫൊക്കെ അവൈലബിൾ ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ബോഡി വൈസും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. DL രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത്യാവശ്യം ഒരു എൻക്വയറി ഉണ്ട്. DL വണ്ടി, HR വണ്ടിയോ UP വണ്ടിയേക്കാളൊക്കെ DL നമ്പർ ഉള്ള വണ്ടികളുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. DL വണ്ടിക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ജാഗ്വാറിൻ്റെ XFS ആണ്, 2012, 9,90,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. ബോഡി വൈസ് ഒന്നും എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. എഞ്ചിൻ പരമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു XFS ഒക്കെ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും നോക്കുക. ചെറിയ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പോലും അതിനൊരു എസ്റ്റിമേറ്റ് കണക്കാക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് മെയിൻ്റനൻസ്, അതായത് സർവീസിനായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ജാഗ്വാറിൻ്റെ വണ്ടികളൊക്കെ. അടുത്ത് ഹുണ്ടായുടെ സാന്റഫെ ഇവിടെ അവൈലബിൾ ആണ്. സാന്റഫെ ഓട്ടോമാറ്റിക് ആണ്, 2014 മോഡലാണ്, 6,90,000 രൂപ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ പറഞ്ഞാൽ നാട്ടിൽ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സാന്റഫെ ഒക്കെ ഡീസൽ വണ്ടി, 2014 ഓട്ടോമാറ്റിക്, 6,90,000 ആണ് ആസ്കിങ് റേറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള, ക്രെറ്റയുടെ ഒക്കെ എടുക്കുക, നല്ല വലുപ്പമുള്ളൊരു വണ്ടിയാണ്. പിന്നെ Q3 ഉണ്ട്. Q3 2015 ആണ്, 10,90,000 കേട്ടോ ചോദിക്കുന്നത്. 10,90,000 രൂപയ്ക്ക് 2015 Q3 നല്ലൊരു ഡീലാണല്ലോ. അപ്പോൾ ഇതിന് കിലോമീറ്റർ കാര്യങ്ങൾ, ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ചോദിച്ച് മനസ്സിലാക്കുക. പനോരമിക് റൂഫ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. S-Line ആണ് കേട്ടോ വണ്ടി. സോറി, S-Line അല്ല, പ്രീമിയം പ്ലസ് ആണ് വണ്ടി. ഫുള്ളല്ല, ഫുള്ള് ടെക്നോളജിയാണ് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഓപ്ഷനാണ് ഈ കിടക്കുന്നത്. Q5 ഒരെണ്ണം അവിടെയുണ്ട്, 2014 മോഡലാണ്, 11,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് വരുന്നത്. ഡീസൽ വണ്ടിയാണ്. ഏതാ വേരിയൻ്റ് എന്നറിയില്ല. എന്തായാലും പനോരമിക് റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HR26 വണ്ടിയാണ്. ബോഡി വൈസ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. വേറെ മേജറായിട്ടുള്ള തട്ടോ മുട്ടോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്, നല്ല മഞ്ഞുമുണ്ട്, വെളിച്ചക്കുറവുമുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.
ഇനിയും കുറേ വണ്ടികൾ കാണിക്കാനുണ്ട്. അതായത് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് വണ്ടികൾ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുള്ളത് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവർ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ അയച്ചു തരുന്നതാണ്. ഡൽഹി വസന്തകുഞ്ചിലാണ് ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത്. എന്നാലും ഈ ഒരു സാധനം ഇതെങ്ങനെ അവന്മാർ ഉണ്ടാക്കിയെടുത്തെന്ന് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ആ ഒരു ലംബോർഗിനിയുടെ ആ ഒരു സ്റ്റൈൽ തന്നെ, അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ പുറകെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെ ഇപ്പോൾ ഈ ഒരു വണ്ടിയൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു അവന്തി എന്നുള്ള ഈ ഒരു സ്റ്റിക്കറും പൊളിച്ച് ഒരു ലംബോർഗിനി സ്റ്റിക്കർ ഒട്ടിച്ചുണ്ടായാൽ പകുതിയിലധികം ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല ഇത് ഏതാ വണ്ടി എന്നുള്ളത്. പിന്നെ ഈ വണ്ടിയോട് ക്രേസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനും ശരിക്കും ഈ ഒരു ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു DC അവന്തി എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കണ്ടത്. ഇങ്ങനെ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ DCയുടെ ഫുൾ ഫോം ഉണ്ട്, ഞാനെന്തോ മറന്നുപോയത് ആ ഒരു പേര്. ഒരാളുടെ പേരാണ്, പുള്ളിയാണ് ഈ ഇന്നോവയൊക്കെ മോഡിഫൈ ചെയ്തിട്ട് DC മോഡിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഇന്നോവയ്ക്ക്. അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു സംഭവം. ഇതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അടുത്ത ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉൾഭാഗം കാണിച്ച് എൻജിൻ റൂം ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഏതായാലും കാണിച്ചു തരാം. ഇത് പുതിയ വണ്ടിയാവുന്ന സമയത്ത് ആ റെഡൊക്കെ കുറച്ചും കൂടി ഫിനിഷിംഗ് ഉണ്ട് വണ്ടി. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിച്ച നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത് പിന്നെ കുറച്ച് റഫ് യൂസ് പോലെ ഉണ്ട് എനിക്ക് തോന്നുന്നതാണല്ല. കാരണം ഈ ഒരു ഭാഗങ്ങൾ പ്ലാസ്റ്റിക് ഏരിയ കാണുന്ന സമയത്ത് അത്ര ഒരു ഫിനിഷിങ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ചെളി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഗ്ലാസ്സൊക്കെ ഒറിജിനൽ തന്നെയാണ് തോന്നുന്നത്. അത് തന്നെ നൗഫൽ പറയും, ഇത്രയും പൈസ കൊടുത്തിട്ട് 2 പേർക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലംബോർഗിനിക്കകത്താ അതിനകത്ത് 2 പേർക്കല്ലേ പോകാൻ പറ്റുള്ളൂ. ഇത്ര പൈസ കൊടുത്താൽ 2 പേർക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് എന്നെപ്പോലെയുള്ള പാവപ്പെട്ടവർക്ക് ലംബോർഗിനി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യക്കാരന് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടി ഇതാ ഈ ഒരു സാധനമാണ്. എന്തായാലും ഒന്നും പറയാനില്ല, അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്, എൻ്റെ ആകെ ഇത്രയും ഹൈറ്റുള്ളൂ ഈ സാധനം. ഇത് മറ്റേ ലോറീൻ്റെ അടിയിൽ കൂടെയൊക്കെ വേണമെങ്കിൽ ക്രോസ് ചെയ്ത് കൊണ്ടുപോകാൻ തോന്നുന്നു, അത്രയും ഹൈറ്റുള്ളൂ ഈ സംഭവം. പക്ഷേ ലെങ്ത്ത് കുറച്ച് അധികമുണ്ട്. ഇതിന് പുറകെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഡിസൈൻ തന്നെ കേട്ടോ. അത് ഇങ്ങനെ ഇവിടെ അടുത്ത് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ആ ഒരു ഫീല്. എന്തൊക്കെയോ ഒരു ഡിസൈനൊക്കെ തന്നെയാണിത്. ആ ഒരു എയറോഡൈനാമിക് ഡിസൈനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും. ഏതായാലും നല്ലൊരു വണ്ടി. നൗഫൽ നമുക്ക് ഏതായാലും വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.